3 ജനറേഷൻ്റെ കഥകൾ ഇന്നിവിടെ പറയുവാനുണ്ട്. കൊച്ചുമകനും അതോടൊപ്പം നമുക്കിവിടെ ചോദിച്ചു പോകാം. നമസ്കാരം. കാരണം ഒരേ സമയത്ത് 3 തലമുറ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അച്ചാച്ചൻ്റെ അഭിനയം കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു മോനോട്? എൻ്റെ ജീവിതം പ്രണയം തന്നെയാണ്. ഇന്ന് എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഇല്ല, പക്ഷേ ഇന്നും ഞാൻ പ്രണയിച്ചു. ഈ പഴയകാല സിനിമയും പുതിയകാല സിനിമയും നമ്മൾ വ്യത്യാസം ലഭിച്ചാണ് മനസ്സിലാക്കിയത്. തിയേറ്ററിൽ നിന്ന് ഭാര്യ കരഞ്ഞിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ആ ബെഡ്റൂം സീനിൽ അഭിനയിക്കുമ്പോൾ കിടക്കയുടെ മേലുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്. ആ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് ഈ മതിലാശീറ്റ് വെച്ചിട്ട് വേറെ ആരും വെച്ച് ഷൂട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റി വിട്ടു. സ്റ്റുഡിയോൻ്റെ അകത്ത് വെച്ച് എൻ്റെ ഡയറക്ടറെ ഞാൻ കണ്ടു. ചെങ്കടത്ത് വെച്ച് പട്ടാളന്നൊരു ഒറ്റ പെടങ്ങ് വെച്ച് കൊടുത്തു. റോസി ഇവിടുന്ന് അടിച്ചോടിച്ച തലമുറ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ആദ്യത്തെ നടിയെ സിനിമാ മേഖലയ്ക്കാണുള്ള ഏറ്റവും വലിയ കുറ്റം ഈ കൊള്ളതായ്മ സിനിമയിൽ മാത്രമല്ലെന്നേ, ഈ സൊസൈറ്റിയിൽ മുഴുവനുണ്ട്. അന്വേഷണം എല്ലാ സ്ഥലത്തേക്കും പോട്ടെ. അപ്പൊ പിന്നെ ഞാനല്ലാതെ അവര് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും ചെയ്ത കഥാപാത്രങ്ങളും ഈ വ്യക്തിയും മലയാളി മനസ്സുകളിൽ എന്നും സുപരിചിതമാണ്. നമ്മുടെ എല്ലാവരും എക്കാലത്തെയും രവിചേട്ടനും അതോടൊപ്പം തകർന്ന സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സക്രിയ ചേട്ടനും. ഇതിൽ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് 3 ജനറേഷൻ്റെ കഥകൾ ഇന്നിവിടെ പറയുവാനുണ്ട്. കൊച്ചുമകനും അതോടൊപ്പം നമുക്കിവിടെ ചോദിച്ചു പോകാം. നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. അതിന് തന്നെ എല്ലാവിധ ജന്മദിന ആശംസകളും ലഭിച്ചേട്ടാ. ഇനി ഒരു 1000 വർഷം കൂടെ ദൈവം ആയുസ് ആരോഗ്യം തരട്ടെ. 1000 വേണ്ട, 100 ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. സെഞ്ചുറി അടിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യം തന്നെ രവിചേട്ടാ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല ഒന്നുകൂടെ ഉണ്ട്, പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും ഇന്ന് മുന്നിൽ നിൽക്കുന്ന മമ്മൂക്കൊക്കെ ഉൾപ്പെടെയല്ലേ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. എന്ത് തോന്നി ഒരു നിമിഷം? ഈ നിമിഷം വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ കാരണം ഇവനും ഒരു ആർട്ടിസ്റ്റായിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്നില്ല. എൻ്റെ 3ാമത്തെ തലമുറയാണ് ശരിക്കും. അതിപ്പോൾ ക്യാമറ നോക്കി ജനങ്ങളോട് തന്നെ പറഞ്ഞോ? തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ എൻ്റെ റെക്കോർഡായിരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് അറിയും. കാരണം ഒരേ സമയത്ത് 3 തലമുറ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. എന്തായാലും 3 തലമുറ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരേ സമയത്ത് ഈ 3 തലമുറയുള്ള ആൾക്കാർ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് എൻ്റെ അറിവിലില്ല എന്തായാലും. അപ്പം അത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. റെക്കോർഡാണ് മലയാള സിനിമ. ആ റെക്കോർഡിൽ പങ്കുചേരാൻ എനിക്കും സാധിച്ചതിൽ സന്തോഷം. കൊച്ചുമകൻ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ? ഇല്ല, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അവൻ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് അവൻ അഭിനയിക്കുന്നത് കാണാൻ വേണ്ടി നിൽക്കണ്ടെന്ന് തീരുമാനിച്ച ഒരാളാണ്. അതിലെന്തെങ്കിലും കാരണമോ? കാരണം വെച്ചാൽ ഞാൻ നിൽക്കുമ്പോൾ ഇനി അവനൊരു ടെൻഷൻ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വയനാട് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വയനാട്ടിലടാ എവിടെയായിരുന്നു, കാലിക്കറ്റ് അപ്പുറം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ അഭിനയം കാണാൻ വന്നില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ അഭിനയിക്കില്ല എന്ന് എനിക്ക് ഭീഷണി പറഞ്ഞവനാണ്. ഭീഷണിപ്പെടുത്തി അല്ലേ? വരണം, എൻ്റെ അഭിനയം കണ്ടേ പറ്റൂ അല്ലേ? ആ ഭീഷണിയുടെ മേലെയാണ് ഞാൻ കാണാൻ പോയത്. ചെറിയ ഭീഷണിയല്ല. ചെറിയ ഭീഷണിയല്ല. അത് കാരണം വെച്ചാൽ പ്രൊഡ്യൂസർ വട്ടം തിരിഞ്ഞു പോകും. കാര്യം വെച്ചാൽ ഓൾറെഡി അവൻ തുടങ്ങി വെച്ചൊരു സംഗതി അച്ഛൻ വരാത്തോണ്ട് നിന്നുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റം എനിക്കായിട്ടത്. അങ്ങനെ പോയതാണ്. അങ്ങനെയാണ് ഞാൻ അവൻ്റെ അഭിനയം ആദ്യമായിട്ട് കണ്ടത്. എന്തായാലും അച്ചാച്ചൻ്റെ അഭിനയം കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു മോനോട്? അങ്ങനെ എനിക്ക് ഓർമ്മയിലില്ല, പക്ഷെ നന്നായെന്നാണ് എൻ്റെ ഓർമ്മയിൽ പറഞ്ഞത്. ഇനി ഞങ്ങൾ തിയേറ്ററിൽ കാണാനും പോവുക അല്ലേ? അപ്പൊ തഗ് സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെ? എന്താണ് ചെയ്ത റോള്? ഞാൻ ചെയ്ത റോള് സക്രിയ ചേട്ടൻ്റെ മറ്റേ മോനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അച്ഛനും മോനും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോ ബാക്കിയുള്ളത് സ്വകാര്യമാണ്. ഓ എന്റെ മോനെ, പല ഇന്റർവ്യൂ ഞാൻ ചെയ്യുമ്പോഴും അറിയാതെ ഇവരുടെ വായിന്ന് വീടും ഗസ്റ്റിന്റെ. പക്ഷെ അത് കറക്റ്റ് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്, നീ അടുത്ത മോഹൻലാലാണ്. തലമുറയാണ്. അച്ചാച്ചനാണെങ്കിലും പണ്ട് മുതൽ ഇതുപോലെ വടിക്കനുസരിച്ച് മറുപടി കൊടുക്കുന്ന ആളാണോ? സാധാരണ അങ്ങനെയാണ് പതിവ്.
കാരണം വെച്ചാൽ അങ്ങനെ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് തുടങ്ങുന്ന സമയത്തൊന്നും ഇത്തരത്തിലുള്ള ഏർപ്പാടില്ലല്ലോ. കുറേ കഴിഞ്ഞ് അതിൽ എക്സ്പീരിയൻസ് ഒക്കെ അതിന് ശേഷമാണ് ഈ വക അറേഞ്ച്മെൻ്റ് ഒക്കെ വരുന്നത്. അപ്പോഴേക്കും നമ്മൾ കണ്ടാൽ പേടിയില്ലാത്ത കണ്ടീഷൻ ആയില്ലേ. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇനി സെക്രട്ടറി ചേട്ടാ, ഇതിലെ കഥാപാത്രങ്ങൾ എന്താണ്? ഞങ്ങളൊരു ഫാമിലി പിക്ചർ എന്ന് പറയാം, എന്നാലൊരു ഇൻവെസ്റ്റിഗേഷൻ ജോണറാണ്. അതിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞല്ലോ, അച്ഛനും മകനുമായിട്ടാണ്. ആ കഥ കൊണ്ടുപോകുന്നതിനകത്തൊരു നല്ലൊരു വേഷം മോൻ ചെയ്തിട്ടുണ്ട്. മോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. രവിചേട്ടാ, എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സിനിമകളിൽ വില്ലൻ വേഷം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബലാത്സംഗം കേസ് അല്ലെങ്കിൽ ബലാത്സംഗ കഥാപാത്രം ചെയ്യുന്ന ആളുകളൊക്കെ റിയൽ ലൈഫിൽ പാവങ്ങളാണോ? എല്ലാവരും ആണെന്നറിയില്ല. പൊതുവേ അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അഭിനയമല്ലേ. അഭിനയം ജീവിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നിപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമോ? തല്ലിക്കൊന്നുണ്ടാവില്ല ആരെങ്കിലും തന്നെ. കാരണം ചെയ്ത കഥാപാത്രങ്ങൾ അത്രയ്ക്കുണ്ട്. എനിക്കത് പറയുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പാലക്കാട് വെച്ചിട്ട് ഒരു ഈ ഫംഗ്ഷന് വെച്ചിട്ട് ചോദ്യോത്തരം ഉണ്ടായിരുന്നു എൻ്റെ അകത്ത്. അപ്പോൾ എന്നോടൊരു സ്ത്രീ, മറ്റേ റോട്ടറി ക്ലബിൻ്റെ ആൾക്കാരായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, ഈ സിനിമയുടെ അകത്ത് വലിയ വില്ലനായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ജീവിതത്തിനകത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ നിൽക്കില്ല എന്തായാലും. പണ്ട് ഈ ലോറൻ ഹാർഡിയോ അവരടുത്ത് ഒരു മത്സരം നടത്തിയപ്പോൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പങ്കെടുത്ത പരിപാടി ഇവരുണ്ടായിരുന്നു അത്രയും. പക്ഷെ അവർക്ക് സെക്കൻഡ് പ്രൈസേ കിട്ടിയുള്ളൂ, വേറെ ആൾക്കാർ ഫസ്റ്റ് പ്രൈസ് കിട്ടി. കാരണം സെൽഫിന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത ചോദ്യം വന്ന് എൻ്റെ അടുത്ത്, അങ്ങനെയാണെങ്കിൽ നസീർ സാർ ഒന്ന് ചോദിച്ചോളൂ. ഞാനെന്ത് ഉത്തരം പറയും? അതെ, ഉത്തരം മുട്ടിപ്പോയി. ഉത്തരം മുട്ടി. രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, പോത്തിന് തലയുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ തലയുള്ളത് മുഴുവൻ പോത്തല്ല എന്ന് ഞാൻ അവസാനിപ്പിച്ചു. രവിചേട്ടൻ ഇത്രയും കഥാപാത്രങ്ങൾ ഇത്രയും നാളുകൾക്കിടെ ചെയ്തതിൽ ഇച്ചിരി പാട് എന്ന് തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും റിസ്ക് എന്ന് തോന്നിയ ഒരു കഥാപാത്രം ഏതായിരിക്കും സിനിമയിൽ അഭിനയിച്ചത്? റിസ്ക് തോന്നിയ ഒരു കഥാപാത്രമില്ല. ഇല്ല, ചെയ്യുന്നത് ഏറ്റെടുത്ത് ചെയ്യുക. എന്നാൽ ഈ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ ആൾക്കാരുടെയൊക്കെ ഓരോ മെസ്സേജ്, ഇന്നിപ്പം ഫോണിനുള്ള കാലഘട്ടമാണ്, മെസ്സേജ് ഇടുന്നു, കമൻറ്റിലിടുന്നു. ആ സമയത്തൊക്കെ ആരെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് പറഞ്ഞില്ല, എന്നെ കണ്ട് പെൺകുട്ടികളൊക്കെ ഓടിയിട്ടുണ്ടല്ലോ. ഓടിയിട്ടുണ്ട്. അതിൻ്റെ കഥകളുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതം പ്രണയം തന്നെയാണ്. ജീവിതം ഒരു പ്രണയമാണ്. എൻ്റെ മറ്റേ വൈഫിന് 12 വയസ്സും എനിക്ക് 17 വയസ്സുള്ള സമയത്ത് തുടങ്ങിയിട്ടുള്ള ബന്ധമാണ് ഞാൻ എൻ്റെ വൈഫ്. ഓ, പ്രണയമായിരുന്നു? പ്രണയമാണെന്ന് പറയുന്നത് 15 വയസ്സിലാണ്. 15 വയസ്സിൽ 12 വയസ്സിൽ സ്നേഹമായിരുന്നു. മനസ്സിൽ കൊണ്ടുനടന്ന പ്രണയം, മനസ്സിൽ കൊണ്ടുവരുന്നതല്ല, തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ പ്രണയമാണെന്നുള്ള രീതി ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് പോലും ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ 12 വയസ്സായിട്ടൊരു കുട്ടിക്ക് അങ്ങനെ പ്രണയം എന്ന് പറയാവുന്ന കണ്ടീഷൻ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചില്ല. ഒരു 15 വയസ്സായ സമയത്ത് ഞാൻ ചോദിച്ചു, തന്നെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു. അന്നാണ് ചോദിക്കുന്നത് ആദ്യം, എന്താണിത് മുൻപേ ചോദിക്കാത്തതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ആൻസർ. അന്ന് അവിടെ നിന്നാണ് ആ സ്നേഹം പ്രണയമായിട്ട് മാറുന്ന ആ ദിവസം മുതലാണ്. പിന്നീട് ജീവിതത്തിൽ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഇല്ല, പക്ഷേ ഇന്നും ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ അഭിനയിക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് വൈഫിനാണെങ്കിലും സന്തോഷമായിരുന്നോ? തീർച്ചയായിട്ടും. കൂടെ കൊണ്ടുവരുന്ന ലൊക്കേഷനിലൊക്കെ എത്ര പ്രാവശ്യം ഈ ശ്രീജിത്തും എൻ്റെ ഏട്ടനും എല്ലാവരും കൂടി എൻ്റെ കൂടെ, ഞാൻ ഒഴിവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ലൊക്കേഷനിലേക്ക് മദ്രാശിക്ക് വിളിക്കാറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. അവരോട് വർക്ക് ചെയ്യാറുണ്ട്, ഡോക്ടറായിരുന്നു വർക്ക് ചെയ്യുന്ന ആ സമയത്ത്. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇവരെ കൊണ്ട് ലൊക്കേഷനിലേക്ക് വരാറുണ്ട്. ഈ പഴയകാല സിനിമയും പുതിയകാല സിനിമയും തമ്മിലുള്ള വ്യത്യാസം രവിചേട്ടൻ മനസ്സിലാക്കി എന്താണ്? ടെക്നിക്കൽ സൈഡാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിൽ. അതുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങൾ ആർട്ടിസ്റ്റിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഡബ്ബിങ്, അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഷൂട്ടിംഗ് തന്നെ അറിയാമല്ലോ. ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്ത് പൊള്ളുന്ന ലൈറ്റ് വെച്ചടിക്കണം. ഉച്ചയ്ക്കാണെങ്കിൽ പോലും സൂര്യപ്രകാശം വീണ്ടും അടിക്കാൻ വേണ്ടിയിട്ട് റിഫ്ലക്ടറൊക്കെ വെച്ചടിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നുമില്ലല്ലോ, പല സ്ഥലത്തും ലൈറ്റ് തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ സൗകര്യം ഉണ്ടായിട്ടുണ്ട്. എന്നെക്കാൾ മുമ്പുണ്ടായിരുന്ന ആൾക്കാർക്ക് അതിനേക്കാൾ കൂടുതൽ ലൈറ്റ് ആവശ്യം ഉണ്ടായിരുന്നു. സത്യം മാഷൊക്കെ അഭിനയിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ആ സമയത്തൊക്കെ ഒരുപാട്, നസീസാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് ലൈറ്റ്. ഞങ്ങളുടെ കാലം വന്നപ്പോൾ അവർ പറഞ്ഞു, ഓ നിങ്ങൾക്കൊക്കെ സന്തോഷമായി, ഇത്രയും ലൈറ്റിലൊന്നുമല്ല ഞങ്ങൾ നിന്നിരുന്നെന്ന് പറയും. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ലൈറ്റിലൊന്നുമല്ല ഞങ്ങൾ അന്ന് നിന്നിരുന്നതാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഇനി സെക്രട്ടറി ചേട്ടാ, ഈ സിനിമകളിലോട്ട് വരുന്നത് എങ്ങനെയാണ്?
സിനിമയിലോട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ ചെറുപ്പത്തിൽ നല്ല ഭയങ്കര പാഷനായിരുന്നു. കുറേ തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓഡീഷനൊക്കെ പോയിരുന്നു. പക്ഷെ പിന്നെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെ പോകാനുള്ള സിറ്റുവേഷൻസ് ഇല്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കൊറോണ സമയമൊക്കെ ആയപ്പോഴത്തേന് കുറേ സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തു. ആ സമയത്താണ് ഈ തഗ്ഗിൻ്റെ ഡയറക്ടറെ പരിചയപ്പെടുന്നതും. അവർ നേരത്തെ ഒരു സിനിമ ചെയ്തു, അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു പുള്ളി. അപ്പോൾ അവിടെ വെച്ചുള്ളൊരു ബന്ധം തുടങ്ങി. അതുപോലെ പുള്ളി ഭയങ്കര ഒരു സപ്പോർട്ടാണ് മാത്രമല്ല നല്ല കഴിവുള്ള മനുഷ്യനാണ്. ആ പുള്ളി നമ്മളിൽ എന്താണുള്ളതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. അപ്പം അങ്ങനെ കണ്ടെത്താൻ ശ്രമിച്ച് നമ്മൾക്ക് കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് രാജൻ എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോളറുണ്ട്. പുള്ളി ശരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പുള്ളി ഇതിൻ്റെ കൺട്രോളറായിട്ട് മാറി. അപ്പം നമ്മളെ എങ്ങനെ എന്ത് ചെയ്യണം നമ്മൾ എന്നുള്ളത്, നമ്മളുള്ളിൽ എന്താ ഉള്ളതെന്ന് കണ്ടെത്തുക, അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. അങ്ങനെയാണ് തഗ് വന്നത് ശരിക്കും പറഞ്ഞാൽ. രവിചേട്ടാ, ഇന്ന് ഒരാൾക്ക് വൈറലാകണമെങ്കിൽ, സിനിമയിലോട്ട് എത്തപ്പെടണമെങ്കിൽ പല മാർഗങ്ങളുണ്ട്. ഒന്നും വേണ്ടി ഫോൺ തന്നെ മതി. ഇപ്പം റീൽ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. പക്ഷെ രവിചേട്ടൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടില്ലേ? അല്ല, ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടില്ലേ? പരിഹാസങ്ങൾ ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ വൈഫ് കേട്ടിട്ടുണ്ട്. അതെന്താണ്? ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് വൈഫ് ഡോക്ടറാണ് ഞാൻ പറഞ്ഞല്ലോ. ഡോക്ടേഴ്സിനെ ചോദിക്കും, കുട്ടി ഇതൊക്കെ എങ്ങനെ സഹിക്കണമെന്ന് ചോദിക്കും. ഈ ചോദ്യത്തിന് രണ്ട് കാരണങ്ങളുണ്ടാവും ചിലപ്പോഴേ. ഒന്ന്, ഒരു സഹതാപം കൊണ്ട് ചോദിക്കുന്നതാവാം. മറ്റൊന്ന്, ഈ കുടുംബം പൊട്ടിക്കിട്ടാൻ എന്തെങ്കിലും സൗകര്യം ഉണ്ടോ എന്ന് നോക്കണതും ആവാം ചിലപ്പോൾ. കാരണം അങ്ങനത്തെ ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. അപ്പം അങ്ങനത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന് പറയാം, എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കിടയ്ക്കിടയ്ക്കെന്ന് പറയുമ്പോൾ ഞാനതിനെ ഉത്തരം പറഞ്ഞു കൊടുത്തു. അതായത് എനിക്ക് വീട്ടിലൊരു കുറവില്ല, പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് രവിചേട്ടാ, തിയേറ്ററിൽ നിന്ന് ഭാര്യ കരഞ്ഞിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. ആ കഥ എന്തുവാ? അതായത് ഞാൻ ഒരു തിയേറ്ററിൽ, തൃശ്ശൂർ തിയേറ്ററല്ല, തൃശ്ശൂർ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പടം ഇവിടെ കളിക്കുന്ന സമയത്ത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പടത്തിൻ്റെ പേര് ചോദിക്കുന്നത് ഞാൻ പറയില്ല, ഡയറക്ടറുടെ പേര് ചോദിക്കുന്നത് പറയില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് ഈ പടം കാണാൻ വേണ്ടിയിട്ട് കുന്നംകുളത്ത് പോയി ഞാൻ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുന്നംകുളത്ത് വെച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബെഡ്റൂം സീനിൽ ഞാൻ അഭിനയിക്കാത്ത പോർഷൻസ് മുഴുവൻ കയറ്റിയിട്ടിട്ടുണ്ട് എൻ്റെ അകത്ത്. അപ്പോൾ സാധാരണ അങ്ങനെ ഈ ബിറ്റ് കയറ്റിയിടുന്ന പണി പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ളത് ബിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ ആ ബെഡ്റൂം സീനിൽ അഭിനയിക്കുമ്പോൾ കിടക്കയുടെ മേലുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്. ആ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് ഈ മദിരാശീറ്റ് വെച്ചിട്ട് വേറെ ആരും വെച്ച് ഷൂട്ട് ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി വിട്ട സാധനമാണ്. അപ്പോൾ ഈ മറ്റേ കാണുന്ന ജനങ്ങൾക്ക് കയ്യടിയും ബഹളമൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് കരഞ്ഞു പോയി. കാരണം ഞാൻ ചെയ്തതല്ലാന്ന് എനിക്ക് അറിയാം. കാരണം ഇത് വൈഫിന് കൃത്യമായിട്ട് അറിയില്ല ഞാനാണോ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അതായത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഐ വാസ് 100% വിശ്വസ്തനായിട്ടുള്ളൊരു ഹസ്ബൻഡ് തന്നെയായിരുന്നു, അതിൽ വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷമം ഉണ്ടായി കഴിയുമ്പോൾ ഞാനത് എന്നെ സംബന്ധിച്ച് എൻ്റെ വൈഫ് കരയുന്നത്, ഞാൻ അങ്ങനെ ഈ ഒരു കാര്യത്തിനോട് കരയുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മദിരാശിയിൽ വെച്ചിട്ട് ഒരു സ്റ്റുഡിയോൻ്റെ അകത്ത് വെച്ച് എൻ്റെ ഡയറക്ടറെ ഞാൻ കണ്ടു. അപ്പോൾ എങ്ങനെയുണ്ട് പടം ഓടിയെന്നൊക്കെ ചോദിച്ചാൽ ലോഹിയൊക്കെ പറഞ്ഞ കഴുത്തിൽ കൊണ്ടുപോയി ഒരു പറാഞ്ചിയുടെ അറ്റത്ത് കൊണ്ടുപോയി ചെകിടത്ത് വെച്ച് പട്ടാന്നൊരു ഒറ്റ പെടങ്ങ് വെച്ച് കൊടുത്തു. ആരും അറിയണ്ട, കൺഗ്രാജുലേഷൻ. അല്ല, അറിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ദോഷം നിനക്കാണ്, എന്തിനാത് ഈ തല്ല് കിട്ടിയെന്ന് അറിയുമല്ലോ എന്നും പറഞ്ഞ് വിട്ടു. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം എങ്ങനെയും ഇത് പുറത്ത് ലീക്കായി. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റൊരാൾ ചോദിച്ചോളാൻ പറഞ്ഞു. അവൻ ഉണ്ടായിന്ന് പറയില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ട് ആ വേദന ഞാൻ അന്ന് ആ ഒരൊറ്റ അടിയുടെ അടുത്താണ് അവസാനിപ്പിച്ചത്. അത്രമേൽ വേദന ഉണ്ടാക്കിയിരുന്നു. അടിയുടെ ചൂട് അത്ര ഉണ്ടായിരുന്നു. മറുപടി തീർച്ചയായിട്ടും ഉണ്ടാവും, നീര് വന്നുണ്ടാവും. അടിക്ക് ഞാൻ മോശമല്ല, അടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇതെല്ലാം വേറെ അടികളുണ്ടോ? ഇഷ്ടം പോലെ കളി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിട്ടുക കൊടുക്കുകയൊക്കെ ചെയ്ത് പരിചയമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രവിചേട്ടാ തുടക്കത്തിൽ ഇപ്പം രവിചേട്ടൻ തന്നെ പറഞ്ഞു പരിഹാസങ്ങൾ ഞാൻ കേട്ടിട്ടില്ല, പക്ഷെങ്കിൽ അഭിനയ ജീവിതമായിരുന്നു. ഞാൻ യാത്രകൾ തുടങ്ങി, ഒരുപാട് കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നു. അതുകൊണ്ട് പരിഹാസമല്ല, എന്നെ വീട്ടിൽ കയറ്റാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ കയറ്റാത്തത്? എന്നെ ലിഫ്റ്റിൽ നിന്ന് എന്നെ കണ്ടിട്ട് ഇറങ്ങി ഓടിയ ആൾക്കാരുണ്ട്. ഷൂട്ടിന് പോകുന്ന സമയത്ത് വരമ്പത്തൂടെ പോകുമ്പോൾ കറ്റിട്ട് വന്ന സ്ത്രീകൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് കറ്റിട്ട് ഓടിയ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അല്ല സ്ത്രീകളുടെ അടുത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. നിങ്ങളെപ്പോലത്തെ പുരുഷന്മാർക്ക് പ്രശ്നമില്ലല്ലോ. ശരിക്കും കഥാപാത്രത്തിന്റെ
ഒരു അല്ല അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കഥാപാത്രത്തിന്റെ വിജയമല്ലേ വിജയമാണ്. അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമില്ലെന്ന് പറഞ്ഞു. ഈ ഏറ്റവും അടുത്തുകൂടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കഥയാണ് ഇതൊക്കെ. ഈ അടുത്തുകൂടെ ഒരു മാറുമിക്കാർ ഇൻ്റർവ്യൂ നടത്തി എൻ്റെ. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഞാനും എൻ്റെ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് അവസാനം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡിങ് തന്നെ ടി ജി രവിചേട്ടൻ ഒറ്റയ്ക്കല്ല എന്നാണ്. കാരണം വെച്ചാൽ ഈ വീടിൻ്റെ പേര് അമ്പടി എന്നാണ്, എൻ്റെ വൈഫിൻ്റെ പേരാണ്. അങ്ങനെ പുള്ളി നല്ലൊരു ഇൻ്റർവ്യൂ നടത്തിയതാണ് അതിൻ്റെ അകത്ത്. പക്ഷേ ഈ ഇൻ്റർവ്യൂ കണ്ട് വേറൊരുത്തൻ ഒരു ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇട്ട്, എനിക്ക് ഫേസ്ബുക്കും ഇല്ല ഫേസും ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പം മറ്റേ ബോട്സ്വാനയിലുള്ള ആഫ്രിക്കയിലുള്ള എൻ്റെ മൂത്ത മകൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇതൊന്ന് വായിച്ചു നോക്കുന്നു പറഞ്ഞ സാധനം അയച്ചു തന്നു. അപ്പോൾ അതിൽ എഴുതിയേക്കുന്നത് എന്താ വെച്ചാൽ ഹെഡിങ് എന്താ അറിയോ, ആ മാറുമിക്കാരെ എഴുതുന്നത് വെച്ചാൽ രവിചേട്ടൻ ഒറ്റയ്ക്കാണ്, കുക്ക് ചെയ്യുന്ന ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ടാണ് അവർ എഴുതിയേക്കണതൊക്കെ. ഇവൻ എഴുതിയേക്കുന്ന ഹെഡിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എൻജിനീയറും സിനിമാ നടനുമായ ടി ജി രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് ഹെഡിങ്. അതിൻ്റെ അകത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഗതികെട്ട് ജീവിക്കുന്നു എന്നാണ് എൻ്റെ അകത്ത്. മനസ്സിലായോ? അപ്പോൾ ഇതിന് കുറേ പേര് ഇതിൻ്റെ താഴെ പല ഈ ആ കമൻറ്റുകൾ മുഴുവൻ എന്താ വെച്ചാൽ എൻ്റെ 2 തലമുറ വരെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. പക്ഷെ 2 പേരുടെ കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ കുറേ പെണ്ണുങ്ങൾ ഉപദ്രവിച്ച ആളെ അനുഭവിക്കട്ടെ എന്ന് എഴുതിക്കണം എൻ്റെ അകത്ത്. കാരണം ഞാൻ അഭിനയിച്ച കാലത്ത് ഇന്നും അവൻ്റെ മനസ്സിൽ കിടക്കുന്നു. അതെ, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് അല്ലേ? ഇപ്പൊ പിന്നെ അത് ചെയ്യാനുള്ള ചാൻസ് ഇല്ലല്ലോ, വയസ്സായില്ലേ. ഞങ്ങളുടെ മുന്നിൽ മനസ്സിലൊന്നും വയസ്സായിട്ടില്ല. അല്ല ഇപ്പൊ ഇതിന്റെ ഡയറക്ടർ നാളെ സിനിമ എടുത്തിട്ട് അങ്ങനെ സീൻ വേണം എന്നെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. നമുക്ക് തൊട്ട് കിട്ടിയാൽ ഈ സിനിമ കാണുന്ന അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഡയറക്ടർമാരുണ്ടെങ്കിൽ ആശാൻ റെഡിയാ. അതെ അല്ലേ? ഈ കാലഘട്ടങ്ങളുടെ മാറ്റത്തിൽ മനസ്സിലാക്കിയ തിരിച്ചറിവുകൾ എന്തൊക്കെയായിരിക്കും രവിചേട്ടൻ? സൗഹൃദങ്ങളാണെങ്കിലും കൂടെ നിന്ന് ചതിക്കുന്നവരാണെങ്കിലും കുറേ പാഠങ്ങൾ, കുറേ അനുഭവങ്ങളുണ്ട്. അത് പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട്. ഈ ചതിയൊക്കെ പണ്ടുണ്ടല്ലോ നീ. പക്ഷെ സൊസൈറ്റിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ തലമുറ കണ്ട ഒരു സൊസൈറ്റിയിലെ ചേഞ്ച് ഒരു പക്ഷേ ഈ തലമുറയ്ക്കൊന്നും ഇദ്ദേഹത്തിൻ്റെ തലമുറയ്ക്ക് പോലും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് ഒരു വലിയ സാംസ്കാരികമായിട്ടുള്ള മാറ്റം കേരളത്തിലുണ്ടായിട്ടുള്ളത് വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇന്നിപ്പം ഈ ഇരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന ആൾക്കാർ ഏത് ജാതി എന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, ഇല്ലല്ലോ. അത് പെട്ടെന്നൊരു ദിവസം വന്നതല്ല, എത്രയോ നാളുകൾ കൊണ്ട് വന്ന ചേഞ്ചാണ്. ഒരു പ്രത്യേക അകലം വേണമല്ലോ അതിൻ്റെ അകത്ത്. റോസി ഇവിടുന്ന് അടിച്ചോടിച്ച തലമുറ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്, ആദ്യത്തെ നടിയെ. മനസ്സിലായോ? ഇന്നെന്താ സ്ഥിതി? അതിനുശേഷം പിന്നെന്ന് വെച്ചാൽ നാടകവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, നാടകത്തിന് പോകുന്ന ആൾക്കാരൊക്കെ മോശം ആൾക്കാരായിരുന്നല്ലോ. പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് അങ്ങനെയാണ് പറയാൻ, മോശം സ്ത്രീകളാണെന്നുള്ളത് എന്നാണ് പറയാൻ. ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് പോകുന്ന സ്ത്രീകളെ മോശമായിട്ട് പറയും, നേഴ്സുമാരെ മോശമായിട്ട് പറയും. കാരണം വെച്ചാൽ രാത്രി അവർക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും മേക്കപ്പ് ഒക്കെ ഇട്ട് അവർ പോണ കാണുമ്പോൾ എന്തൊരു കുഴപ്പം എന്ന് പറയും. നമ്മൾ ആ രീതിയൊക്കെ പണ്ടുള്ളത് ഇപ്പം അങ്ങനെയാണോ? ഇപ്പം ഏത് ഇപ്പോൾ വേണ്ടത് നാളത്തെ മറ്റേ പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്ന 2 സ്ത്രീകളല്ലേ? ആ ചേഞ്ച് വന്നില്ലേ ഈ നാട്ടിനകത്ത്? അപ്പോൾ ഇന്നും ജാതിയുടെ മതത്തിന്റെയും പേര് തമ്മിൽ തല്ലുന്ന ആളുകളുണ്ടല്ലോ. എല്ലാം ചീത്ത എല്ലാ കാലത്തും ആരുടെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവുന്നു. അല്ലാണ്ട് ഒരു ദിവസം ഭാരതം മുഴുവൻ, നാട് മുഴുവൻ എല്ലാം ദുശീലങ്ങളും മാറിയിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറുന്ന പ്രതീക്ഷയൊന്നും വേണ്ട, എല്ലാവർക്കും ഉണ്ടാവാൻ പോകില്ല. രവിചേട്ടൻ ഒരു സിനിമ മേഖല എന്ന് പറയുമ്പോൾ ഇപ്പം അങ്ങനെയാണല്ലോ പറയണേ. സിനിമാ മേഖലയ്ക്കാണല്ലോ ഏറ്റവും വലിയ കുറ്റം. ഏറ്റവും കൂടുതൽ ഡ്രഗ് ഉപയോഗിക്കുന്നത് മുഴുവൻ സിനിമാ മാത്രമാണ്. മറ്റേ ഒരു അന്വേഷണം വന്നതിന് ശേഷം എന്താ വെച്ചാൽ സിനിമക്കാർ മുഴുവൻ കൊള്ളതാത്തവരെന്നാണ്. പക്ഷെ അപ്പോഴും രവിചേട്ടൻ ഈ കൊള്ളതായ്മ സിനിമയിൽ മാത്രമല്ലെന്നേ, ഈ സൊസൈറ്റിയിൽ മുഴുവനുണ്ട്. അന്വേഷണം എല്ലാ സ്ഥലത്തേക്കും പോട്ടെ. അപ്പോൾ സിനിമാക്കാരെ മാത്രം ഈ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ഫേസ് വാല്യൂ ആണോ? സെലിബ്രിറ്റീസിനെ പറഞ്ഞാലല്ലേ അവിടെ മാർക്ക് കൊടുക്കുള്ളൂ, അതിനെ കാരണം. അതിന് വേറെ ഒരു കാരണമില്ല. ഈ രവിചേട്ടനെ പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞപ്പം അടുത്തുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യം, ജീവിതത്തിൽ വന്ന വഴി മറക്കാത്തൊരു കലാകാരനാണെന്ന്. ഒരു പക്ഷേ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്ത് വിജയിക്കുന്ന സമയത്ത് കുറച്ച് അഹങ്കാരം, കുറച്ച് ജാടയൊക്കെ ആയിക്കൂടായിരുന്നോ? അപ്പം പിന്നെ ഞാനല്ലാതെ ആവില്ലേ? അതാണല്ലോ എൻ്റെ ആൻസർ. ഞാനല്ലാതെ ആവാൻ എനിക്ക് താല്പര്യമില്ല. ഈ സിനിമയോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം എന്തോ മോനെ? ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഈ കൊറോണ സമയത്തിൽ എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ
എൻ്റെ അച്ഛൻ്റെ കൂടെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചു. എന്നെ ഈ മറ്റേ പ്രകാശം പറക്കട്ടെ എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് വിളിച്ചു. ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ ഇഷ്ടം തോന്നി. ഇപ്പോൾ പാഷൻ ആയപ്പോൾ എനിക്ക് ഇങ്ങനെ സിനിമ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാനിങ്ങനെ നാടക ആമ്പിലേക്കൊക്കെ പോവാറുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഞാൻ പോവാറുണ്ട്. എൻ്റെ സ്കൂളിലും ഞാൻ നാടകം ചെയ്യാറുണ്ട്. സ്കൂളിലൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടോ? ഫാൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫാൻസാണ്. അങ്ങനെ എനിക്കുള്ളൂ. പിന്നെ ചേട്ടനുണ്ട്. ചേട്ടനുണ്ട്. ആ ഏട്ടൻ പക്ഷേ അഭിനയത്തിൽ താല്പര്യമുള്ള ആളല്ല. ചേട്ടന് താല്പര്യം എന്തുവാ? ചേട്ടൻ്റെ താല്പര്യം എഴുത്താണ്. സിനിമയിൽ എത്തപ്പെടാം, നിലനിൽക്കാൻ പാടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന്. അതുപോലെ തന്നെ ഒരു സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ബന്ധങ്ങൾക്കാണോ കഴിവിനാണോ വാല്യൂ? സിനിമയിൽ എത്തപ്പെടാൻ എളുപ്പമല്ലായിരുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ വന്ന ആളാണ് ഞാൻ. വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അത് സിനിമയുടെ അകത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സിനിമയുടെ കൂടെ പോകാമായിരുന്നു. പക്ഷെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ഒരു വഴിയില്ല. കാരണം ഇത് ചെന്നൈയിൽ കിടക്കുക, ഇവിടെ യാതൊരു ബന്ധവുമില്ല, എനിക്കൊരു അടുപ്പില്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ അബദ്ധവശാൽ ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പഠിക്കുന്ന സ്കൂളുണ്ടല്ലോ, CMI ഫാദേഴ്സിൻ്റെ സ്കൂളാണ്. ആ ഫാദേഴ്സ് അവർ ഒരു ഷോർട്ട് മൂവി എടുത്തു, ഗുഡ് സമാരിറ്റൻ, നല്ല ശമരിയക്കാരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം നാടകത്തിൽ അഭിനയിച്ചിരുന്നൊരു ആളാണ് ഞാൻ ആ സമയത്ത്. പ്രൊഫഷണൽ നാടകമല്ല, ഞങ്ങളിപ്പോൾ എല്ലാവരും തട്ടിക്കുട്ടി നാടകം ഉണ്ടാക്കി അഭിനയിക്കാനും ചേർന്നു. അപ്പോൾ അതിന് ഒരു ഷോർട്ട് മൂവിയിൽ അഭിനയിക്കാൻ വേണ്ടി എനിക്കൊന്ന് ചാൻസ് കിട്ടി. ആദ്യം ഞാൻ ഒരു മൂവി ക്യാമറ ഫേസ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്. KR മോഹൻ ആയിരുന്നു ഡയറക്ടർ, മധു അമ്പാട്ടായിരുന്നു എൻ്റെ ക്യാമറമാൻ. അങ്ങനെ ഒരു ഷോർട്ട് മൂവി ഞാൻ ചെയ്തു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് സിനിമയിൽ അഭിനയിക്കാമെന്നൊരു ചെറിയ മോഹം ഉള്ളിൻ്റെ അകത്ത് കയറി. പക്ഷെ അത് ഒരു വഴിയില്ല, ആരെ അറിഞ്ഞൂടാ. നമ്മൾ ഈ നാട്ടിൻപുറത്ത് കിടക്കുകയല്ലേ ഇവിടെ, തൃശ്ശൂരില്ല, 10-15 കിലോമീറ്റർ. അന്ന് അത്ര വലിയ ബന്ധങ്ങളും ഇല്ല, ഒരു ബന്ധവുമില്ല, അത്ര സിനിമ നാട്ടിലുമില്ല. അപ്പോൾ പിന്നെ ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾ ഇന്ത്യ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിലാണ് ഈ ഓൾ ഇന്ത്യ റേഡിയോൻ്റെ ഓഫീസ്. ശബ്ദം ഒന്ന് റേഡിയോയിൽ നിന്നൊക്കെ വന്നു. അങ്ങനെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് റേഡിയോ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു നാടകത്തിൽ എനിക്ക് എന്താ വഴിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ, റെക്കോർഡിംഗ് കാലിക്കറ്റാണ്. അങ്ങനെ കാലിക്കറ്റ് ചെന്ന് കഴിഞ്ഞിട്ടാണ് അവിടെ ചെന്ന് മറ്റേ വോയിസ് ടെസ്റ്റ് കഴിഞ്ഞു, എന്നെ സെലക്ട് ചെയ്തു. അത്യാവശ്യം നാടകം വരാൻ തുടങ്ങി. അത് മുഴുവൻ ചെയ്തിരുന്നത് തിക്കൊടിയേട്ടനാണ്. അപ്പോൾ തിക്കൊടിയേട്ടൻ അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലുള്ളതാണ്. അപ്പോൾ തിക്കൊടിയേട്ടനാണ് ഉത്തരായനത്തിൻ്റെ സ്ക്രിപ്റ്റ്. അത് വന്ന സമയത്ത് അരവിന്ദന് പുതിയ നടന്മാരെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഒത്തിരി ദിവസം ഞാൻ പോലും അറിയാതെ എന്നെ സിനിമയ്ക്ക് വിളിക്കുന്നത് തിക്കൊടിയേട്ടനാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് നോക്കാം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഉത്തരായനം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ഉത്തരായനം എന്ന സിനിമ അഭിനയിച്ചാൽ അത് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ വിചാരം എന്താ വെച്ചാൽ നസീർ സാറിൻ്റെ പിന്നാലൊക്കെ ആൾ കൂടുമ്പോൾ എൻ്റെ പിന്നിൽ ആൾ കൂടുമ്പോൾ മോഹമായിരുന്നു എൻ്റെ അത്. ഒരാളും തിരിച്ചറിഞ്ഞില്ല. കാരണം ചെറിയൊരു ക്യാരക്ടർ. പിന്നെ അന്നത്തെ ജി അരവിന്ദൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് സിനിമ എന്നാണ് പറയുക. അതിന് അധികം ഒരു മാസമായിട്ട് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സിനിമ ആയിരുന്നില്ല അത്. അപ്പം ആരും പോയില്ലായിരുന്നു. അപ്പം പിന്നെ വാശിയായി. അപ്പം കയ്യിലുള്ള കാശൊക്കെ തട്ടിക്കൂട്ടിയിട്ട് സിനിമ ഉണ്ടാക്കി. അതാണ് പാദസരം. എന്നിട്ട് ആ പടം പൊട്ടി. നല്ല പടം ഇപ്പോഴും പറയും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം പൊട്ടി. അപ്പോൾ അത് പൊട്ടാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? കാരണം എന്താ വെച്ചാൽ MT വാസുദേവൻ്റെ ബന്ധനം എന്ന് പറയുന്ന കുറച്ച് വ്യത്യസ്തമായ സിനിമയാണ് ഈ പാദസരം. MT വാസുദേവൻ്റെ ബന്ധനം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഓപ്പോസിഷൻ ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ കുറച്ച് വ്യത്യസ്തമായ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരെ ഏതിന് പോകും? MT വാസുദേവൻ. പുറകെ ഒരുപാട് പടങ്ങൾ നിൽക്കുന്ന കാലഘട്ടമാണ്. ഉടനെ ഈ പടം എടുത്ത് മാറ്റി അടുത്ത പടം ഇട്ടു. പൊട്ടിപ്പോയി പടം. മനസ്സിലായോ? അവിടെ തളർന്നില്ല. ഇല്ല. പിന്നെ വാശിയായിപ്പോൾ എന്താ ചോരാന്ന് ഒരു പടം എടുത്തു. അത് കളറാണ്. അത് ഞങ്ങൾ തന്നെ ജി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അങ്ങനെയാണ് എഴുതി, അയാൾ തന്നെ ഡയറക്റ്റ് ചെയ്തു. ഞാൻ അതിൽ അഭിനയിച്ചു. സത്യം മാഷ് വലിയ ആരാധനയുള്ള ഞാൻ സത്യം മാഷ് പോലത്തെ വിഗ്ഗൊക്കെ വെച്ചു. അങ്ങനെയൊക്കെ അഭിനയിച്ചൊക്കെ കഴിഞ്ഞ് പടം കഷ്ടിച്ച് കാശ് മുതലായി. അപ്പോൾ എന്തായാലും പോയ കാശ് ഇരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അടുത്തൊരു പടം കൂടി വേറെ ചില സുഹൃത്തുക്കളൊക്കെ കൂടി ബന്ധപ്പെട്ട് നിങ്ങൾ തപ്പി നോക്കി എൻ്റെ പേര് കാണില്ല. അതിന് കാരണങ്ങൾ വേറെ ഉണ്ട് എന്തായാലും പോട്ടെ. അത് ശിവൻകുന്നമ്മയുടെ പേരാണ് കാണുന്നത്. അപ്പോൾ ആ അടുത്ത പടമാണ് ചാകര എന്ന് പറഞ്ഞപ്പോൾ ജയൻ ചേട്ടനുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ സുകുമാരനുണ്ട്, ശ്രീവിദ്യയുണ്ട്, പപ്പുവേട്ടനുണ്ട്. അന്നത്തെ വലിയ സ്റ്റാർസ് മുഴുവനുണ്ട്. എല്ലാവർക്കും സിനിമ കൊടുത്ത് എല്ലാ ക്യാരക്ടറും കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാനായിട്ടുള്ള ആകെ വില്ലൻ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ അലവലാതി ഷാജിയായത് പ്രത്യേകിച്ച്.
അന്ന് തുടങ്ങിയതാണ് ഈ കൊള്ളായ്മ ചെയ്യാൻ. ഈ അലവലാതി ഷാജി ചെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങുമ്പോൾ അലവലാതി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര്. ഉണ്ട്. ഉം. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുള്ള കഥയുണ്ടോ? ഈ അലവലാതി ഷാജി ഒരു ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് മറ്റേ നമ്മുടെ ഡയറക്ടർ പേര് മറന്നു, അങ്ങേരും അതിനുള്ള സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഒരു ദിവസം റൂമിലിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഇടയ്ക്ക് രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്കായിപ്പോയി. ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് അഭിപ്രായ വ്യത്യാസം വഴക്കായിപ്പോയി. അപ്പം ചാകര സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നീയല്ലടാ ഈ അലവലാതി ഷാജി എന്ന് മൂപ്പരുടെ ഡയലോഗ് വരും. അതെ മറ്റേ നമ്മുടെ ജയൻ ചേട്ടൻ നീയല്ലേടാ അലവലാതി ഷാജി. നീയല്ലടാ അലവലാതി ഷാജി എന്ന് പറഞ്ഞു. ഇതിൽ ഈ വഴക്കൂടുതൽ ഒരാളുടെ പേര് ഷാജി എന്നാണ്. അതോടുകൂടി പെട്ടെന്ന് ഈ തമ്മിലുള്ള വഴക്കങ്ങ് അവസാനിച്ചു. അങ്ങനെ ഈ അലവലാതി ഷാജി വഴക്ക് നിർത്തിയിട്ടുണ്ട് അർത്ഥം ഞാൻ പറഞ്ഞു. ഇന്ന് ഒരുപാട് ബന്ധങ്ങൾ രവിചേട്ടനുണ്ടെങ്കിലും ഏറ്റവും അടുത്തൊരു ബന്ധം എന്ന് പറയാൻ മമ്മൂക്കയാണോ? മമ്മൂക്കയായിട്ട് നല്ല ബന്ധമുണ്ട്, നല്ല അടുപ്പുണ്ട്. അതിന് ഒരുപാട് പേരായിട്ട് എനിക്ക് നല്ല അടുപ്പുണ്ട്, പക്ഷെ മമ്മൂക്കയായിട്ടും നല്ല അടുപ്പുണ്ട്. ഇന്ന് ഈ ക്യാമറയിൽ കാണുന്ന പ്രേക്ഷകർക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്, മലയാള സിനിമയിൽ വരാൻ ആഗ്രഹമുള്ളവരുണ്ട്. ഒരു പക്ഷെ അവർക്ക് ബന്ധങ്ങളില്ലായിരിക്കാം, അല്ലെങ്കിൽ അത്രമേൽ വലിയ പൈസ ഉള്ളവരായിരിക്കത്തില്ല. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള രവിചേട്ടനോട് അവരോട് എന്താ പറയാനുള്ളത്? ആ അവരിൽ തന്നെ ചില ആളുകൾ കാണും, വരുന്നു എനിക്കിത് ഫെയിം ആവണം, 10 പേര് അറിയണം. പക്ഷെ അതല്ല അഭിനയമെന്ന് നമുക്കെല്ലാം അറിയാം. പഠിച്ച പാഠങ്ങളും അനുഭവങ്ങളും വെച്ച് എന്താ പറയാനുള്ളത്? എന്ത് മോഹത്തിനും അവിടെ എത്തിപ്പെടാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. അസലായിട്ട് കഷ്ടപ്പെടുക എന്നതാണ് അത് എളുപ്പപ്പണി. വേറെ ഒരു എളുപ്പപ്പണിയും ഒരു കാര്യത്തിനും ഇല്ല. കഷ്ടപ്പെടാതെ എങ്ങും എത്തപ്പെടാൻ പറ്റത്തില്ല. അല്ല, കഷ്ടപ്പെടാൻ എനിക്ക് സിനിമാ നടനാവണം എന്ന് പറഞ്ഞിട്ട് മുന്നാട്ടിരുന്ന് കഴിഞ്ഞാൽ സിനിമാ നടനാവില്ല. സിനിമാ നടനാവണം, അതിന് എനിക്കൊരു ബോധ്യം ഉണ്ടാവണം എനിക്കിത് പറ്റുന്നുള്ള കാര്യം. അത് ബോധ്യം വരുമ്പോൾ അതിനു വേണ്ടി കഷ്ടപ്പെടണം, അതിനുവേണ്ടി പണിയെടുക്കണം. പണിയെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ സിനിമാ നടനാവും, നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ പിടിച്ച് നിൽക്കാനും പറ്റും. ക്വാളിറ്റി ഇല്ലാതെ മുകളിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരെന്നൊക്കെ പറയല്ലോ, അത് വരുന്ന ആൾക്കാർ കൂടെ ഒരു സിനിമ അത് കഴിഞ്ഞാൽ ഔട്ട്, കൊള്ളൂല്ലെങ്കിൽ. ജനമല്ലേ തീരുമാനിക്കണേ ഇവൻ വേണോ വേണ്ടെന്നുള്ളത്. ഇപ്പോൾ ഈ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ സക്രിയെ എന്തുകൊണ്ട് ഡയറക്ടർ വിളിച്ചു? സക്രിയ പോയി കാല് പിടിച്ചിട്ടൊന്നും ആവില്ല. അദ്ദേഹം സക്രിയ അഭിനയിച്ച ക്യാരക്ടർ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും അദ്ദേഹത്തിന് കഴിവുള്ള ആർട്ടിസ്റ്റാണ് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിന് പടത്തിന് വേണ്ട പുള്ളിയുടെ മനസ്സിലൊന്ന ആർട്ടിസ്റ്റ് അല്ലേ വരാം. ഇതിനപ്പുറം എന്ത് വാക്കുകളല്ലേ? അല്ല അങ്ങനെ അല്ല, അല്ലാതെ പിന്നെ എന്ത് സ്നേഹമാണ് സിനിമയുടെ അകത്തൊരു ഡയറക്ടർക്ക് ഒരു ആർട്ടിസ്റ്റിനോട് വേണ്ടത്. അപ്പോൾ ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ തേടി വരട്ടെ. രവിചേട്ടാ ഒത്തിരി സന്തോഷം കേട്ടോ, നന്ദിയിലപ്പുറം ഒരു വാക്കുമില്ല. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ 3 പേർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്